അയ്യോ, ഇത്രയും ദൂരം വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോവാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവിടുന്ന് ചായയും പലഹാരം ഒക്കെ കഴിച്ചിട്ടേ പോവാൻ പാടുള്ളൂ കേട്ടോ. അതിനെന്തിനാ അടുത്ത പ്രാവശ്യം ആക്കുന്നത്? നിങ്ങളുടെ മോള് വരട്ടെ, മോളെ കണ്ടിട്ട് അതിനുശേഷം ചായയും കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോയിക്കോളാം. അയ്യോ, ഇവൻ ഇന്ന് വിജയെ കാണാതെ പോവില്ലെന്നാ തോന്നുന്നത്. എന്റെ ഭഗവാനെ, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നു. അങ്കിളെ, എന്റെ വീട് ഇപ്പൊ ഇത്രയും ചെറുതാണെങ്കിലും ഞാൻ വലുതായി ജോലിക്കൊക്കെ പോയി നിറയെ ശമ്പളം വാങ്ങിച്ച് അങ്കിളുടെ പോലത്തെ വലിയ വീടുണ്ടാക്കും ഇപ്പൊ തന്നെ. ഇതേ അങ്കിളെ എനിക്ക് പറഞ്ഞു തന്നെ, ഓർമ്മയുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്ക് നീ ചെയ്തു നോക്ക്. തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ജയിക്കാൻ പറ്റും. അയ്യോ, ബീച്ച് ഇങ്ങോട്ട് വരല്ലേ എന്റെ ഭഗവാനെ. എന്തു പറ്റി? അമ്മ ഏത് സമയത്തും ദേവിയെ ഭജിക്കുന്ന സ്വഭാവക്കാരിയാണല്ലേ? എപ്പോഴും അങ്ങനെയാ. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ദേവിയുടെ ശ്ലോകം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ദൈവങ്ങളെന്ന് പറഞ്ഞ എനിക്ക് എന്റെ ജീവനാ. മോനെ, ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കണ്ട. വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോ? പിന്നെ ഇത് അത്രയും വലിയ പാലസ് അല്ലേ ചുറ്റിക്കറങ്ങി കാണാൻ. പെട്ടി പോലത്തെ 2 റൂമുണ്ട്. അതിൽ ഞാൻ എന്ത് ചുറ്റി കാണാനാ? അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അവരുടെ മനസ്സിന് വിഷമാവില്ലേ? അച്ഛാ, 0 മാർക്ക് മേടിച്ച എനിക്ക് എന്തോരം ഹർട്ടായിട്ടുണ്ടാവും. നിലയെ വീട്ടിൽ വിളിച്ചിട്ട് ഗിഫ്റ്റും ട്രീറ്റും ഒക്കെ കൊടുത്തില്ലേ, അന്നേരം എനിക്ക് ഹർട്ട് ആവത്തില്ലേ? അതിനിങ്ങനെയാണോ പകരം കിട്ടുന്നത്? നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് നല്ല മാർക്ക് വാങ്ങായിരുന്നില്ലേ? നില നന്നായിട്ട് പഠിച്ചു, അവള് ടോപ്പ് മാർക്ക് വാങ്ങിച്ചു. എന്താ നീ ഒന്ന് സമാധാനായിട്ടിരിക്കടാ. നിലയുടെ അമ്മയൊന്ന് വന്നോട്ടെ, അവരൊന്ന് കണ്ടിട്ട് വേഗം പോവാം നമുക്ക്. മോനെ, എന്താ കവി പറയുന്നേ? അത് വേറൊന്നുമല്ലമ്മേ, എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നെന്ന് ചോദിച്ചതാ. നിലയുടെ അമ്മയെ കണ്ടിട്ട് പോകാന്ന് ഞാനും പറഞ്ഞു. ഇപ്പൊ കണ്ട തന്നെ ഇവൻ ഇത്ര പിടിവാശക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞേയില്ല. എന്റെ ചോറ്റാനിക്കര ദേവി, എന്നെ രക്ഷിക്കണേ. വിജി വരാതെ നോക്കണേ. അമ്മേ, ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ? അതെ മോനെ, സ്വന്തം വീടാ. എന്നാ ഞങ്ങളുടെ അല്ല, ഹൗസ് ഓണറുടെ. അമ്മ നന്നായിട്ട് തമാശ പറയുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെയാ മോനെ. എനിക്ക് ശരിയൊന്നും വരുന്നില്ല. ഇതെന്താ മുത്തശ്ശിയാകെ ടെൻഷനിലാണോ? മുത്തശ്ശി ഇങ്ങ് വാ. മുത്തശ്ശി എന്താ നില? കുനിയെ, കുറച്ചും കൂടെ കുനിയെ. മുത്തശ്ശിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല മുത്തേ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ അമ്മ ഇനിയും വരാത്തന്റെ വിഷമം എനിക്ക്, വേറെ ഒന്നുമില്ല. ഓ എന്റെ ദൈവമേ, വിജി ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറി എന്തൊക്കെയാ സംഭവിക്കാം? എനിക്ക് ആലോചിക്കാനേ വയ്യ. എന്നെ രക്ഷിക്കണേ ദേവി. സുഖല്ലേ? എനിക്ക് സുഖമാണ്. നിങ്ങക്ക് സുഖമാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്താ ഷട്ടിൽ കോർക്കാണോ? അതെ സാർ, വൈകുന്നേരം ആയാൽ ഫ്രണ്ട്സിന്റെ കൂടെ 2 റൗണ്ട് കളി പണ്ട് തൊട്ടേ ഉള്ളതാ. എടാ ശിവ, ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. സാർ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാവേ. നിങ്ങൾ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം.